ചേച്ചി എത്ര പീസ് എടുത്ത? പ്രത്യേകിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്നു. ശ്രുതത്തിലെ പോലെ കുന്നിലുമാണ്. ആഘോഷത്തിന്റെ തിരികൊളുത്താനായിട്ട് ഇതാ നിഖിലും ടീമും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടി സംഘമായിട്ടൊക്കെ. ഇതാണ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഇത് ഖത്തറിലെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സന്ദർശിക്കാറുണ്ട്. അത്രയ്ക്കും മനോഹരമായൊരിടം. ഞങ്ങളുടെ ഹൗസ് ഹോൾഡ് ടീമിൻ്റെ ഫസ്റ്റ് വ്ളോഗ്, യൂട്യൂബ് വ്ളോഗ്. ചാമ്പ്യൻ നമ്മുടെ ജസ്റ്റിൻ ചേട്ടനും ഫാമിലിയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട 14 വർഷമായിട്ട് ഖത്തറിലൊന്നും ഈ സ്ഥലം കണ്ടിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പായെല്ലാം വിരിച്ച് അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് പറയുന്നത് ജസ്റ്റിൻ ചേട്ടാ, ഈ സായാഹ്നം? ഇന്ന് പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥയാണ്. നല്ല അധികം ചൂടൊന്നും ഇല്ലാതെ ചെറിയൊരു ഇളം കാറ്റുള്ള നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ ജസ്റ്റ് ചേട്ടനൊക്കെ അവിടെ ചെറിയ ഗെയിമൊക്കെ തുടങ്ങി. കുട്ടിപ്പട്ടാളമൊക്കെ റൗണ്ടൊക്കെ അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചുറ്റിലും തന്നെ കാണാൻ ഭയങ്കര മനോഹരമാണ്. എന്തേ കുഞ്ഞാ, എന്തേന്നമ്മ? എവിടെ? നമുക്ക് നാട്ടിലെല്ലാരും സൂപ്പർ ക്യാച്ച്. നമ്മളൊരു ടീം കൂടെ ഞങ്ങൾ ഇരിക്കുന്ന സ്പോട്ട് ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പും മരങ്ങളും എല്ലായിട്ടൊക്കെ കാണാൻ നല്ല ചന്തമാണ്. ഞങ്ങളുടെ ടീമിനോടൊപ്പം ചേരാനുള്ള കുറേ ഫാമിലീസുകൂടെ ഉണ്ട്. ഞങ്ങൾ അവരെയും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പിന്നെ കുട്ടിപ്പട്ടാളം ജസ്റ്റിൻ ചേട്ടൻ കൊണ്ടുവന്ന ആ കസേരയൊക്കെ എല്ലാം കൈയടക്കിയിട്ടുണ്ട്. ഇതാ ദം പൊട്ടിച്ച് നിഖിലിനെ ഞങ്ങള് പ്രത്യേകിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. നിഖിലിനെ ദം പൊട്ടിക്കാൻ വേണ്ടി മാത്രം. കാരണം നിഖിലിനെ പോലെ കരുത്തനായ ശക്തനായ ആൾക്കാർ തന്നെ വേണം. ഇത് നിങ്ങളുടെ ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ മക്കളുടെ ഒക്കെ. ക്രിസ്റ്റു ചേച്ചിന്റെ ഒരു ഭരതനാട്യം. ഇല്ല, അത് അങ്ങോട്ട് ഇറക്കി വെച്ച ക്രിയേറ്റഡ് ആണെന്ന് വിചാരിക്കും.
ടൈപ്പ് ചട്നി ഉണ്ട് കേട്ടോ. 3 ടൈപ്പ് ചട്നിയോ? ചട്നി ജിൻഡോട്ടാ, ഞാൻ പലവട്ടം ഇവരോട് പറഞ്ഞ കേട്ടോ, അത് പൊട്ടിക്കണ്ടെന്നുണ്ട്. എന്റെ സ്നേഹിതനെ കാത്തുപോലും നിൽക്കാണ്ട് ജസ്റ്റ് അടിച്ച് പെട്ടുന്നുണ്ടോ. 3 തരം ചട്നി കേട്ടോ, 3 തരം ചട്നി. എന്റെ മോൾ നോക്കിയേ. പിന്നെ ചൂടുള്ള നല്ല ഉഴുന്നോട, ചായ, ഇതെല്ലാം വരും. സാമ്പാർ സ്പെഷ്യലും ഉണ്ട്. അങ്ങനെ ചെറിയ ലഘു ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയി. അപ്പോൾ പിന്നെ പല പല ചർച്ചകളായി, പല പല വിഷയങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. സൺസെറ്റ് ആയി. ഞങ്ങളുടെ പിന്നില് സൺസെറ്റ് ഇങ്ങനെ, സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജിൻഡോ ചേട്ടന്റെയും നീലിന്റെയും കടന്നു വരികയാണ്. ഇവരെ രണ്ടുപേരും അവിടെ പോലീസ് ചെറുതായിട്ട് പൊക്കിയായിരുന്നു. ബാച്ചിലേഴ്സിനെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അവിടെ അലോഡല്ല. അപ്പൊ അവർ ഞങ്ങളുടെ ഫാമിലീസ് ഒക്കെ അവിടെ കുന്നിൻ മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. സൺസെറ്റ് ഇപ്പം പിടിച്ചു വെച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇല്ല, സൺസെറ്റ് പോയി. സൺസെറ്റ് ഇപ്പം പോയതേ ഉള്ളു കേട്ടോ. അതാണ്. അതാ ഞങ്ങളുടെ ഇതൊരു പേപ്പർ മേനയും കൂടെ തന്നിട്ട് ചേട്ടനൊരു ഇവനെപ്പോ ഫോട്ടോ എടുത്താൽ ചേട്ടാ കാറ്റൊന്ന് നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടാ. ഇവനെപ്പോ ഫോട്ടോ എടുത്താൽ എന്റെ പെട്ടുകളെ ഭാഗം ഫോക്കസ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രൈസ് ഉണ്ട് കേട്ടോ, പ്രൈസ് ഉണ്ട്. ഗെയിം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബോള് ഫസ്റ്റ് നമ്മള് മുകളിലേക്ക് എറിയും, അതെനിക്ക് ക്യാച്ച് ചെയ്യും. അത് കഴിഞ്ഞ് ഓരോരുത്തർ പാസ് ചെയ്യണം. ഓക്കെ, ഇഫ് യു ഹാവ് ദ ബോൾ യു കനോട്ട് റൺ, യു ഹാവ് ടു പാസ് യുവർ ടീം മെമ്പർ. ഓക്കെ, so other Got teams it. are other team members have to catch the ball from and they need to pass. ഞങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് പറഞ്ഞ് ഞങ്ങളോട് ബോള് ഈ ബോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മുടെ ടീം ആരൊക്കെ? ഞാൻ എന്നത് ഈ വീഡിയോ എടുക്കാൻ അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയും ലഘു ഭക്ഷണവും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഗെയിമിലോട്ട് കടന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കഴിച്ചതൊക്കെ ഒന്ന് ചരിയാനൊക്കെ ഉള്ള ഭാഗമായിട്ടൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്ത്, ഞങ്ങൾ ആണുങ്ങളെല്ലാം ഇതിൽ പങ്കെടുത്ത് കുട്ടികളോടൊപ്പം. ഞങ്ങളും കുട്ടികളുടെ മനസ്സായിട്ട് മാറി കുറേ നിമിഷങ്ങളിൽ. നല്ല രസമായിരുന്നു ആ ഗെയിം. ഞാനല്ല, എന്നെ വീഡിയോ എടുക്കണേ. ഈ ഗെയിമിൽ ഏറ്റവും എയർ കൊണ്ട് ഓടിയത് ഞങ്ങളുടെ ജിൻഡോ ചേട്ടനാണ്. അവസാനം ഒരു 4-5 എയറെങ്കിലും ജിൻഡോ ചേട്ടന് കൊണ്ടിട്ടുണ്ടായിരുന്നു.
ഇതേതാ മൊബൈൽ ഏതാ? S24. സുബിൻ ഭായ് പിന്നെ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന സുബിൻ ഭായും പിന്നെ വിനുചേട്ടനും ഡാനിയൽ മോനും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു പാട്ട് കച്ചേരി എന്ന് തോന്നുമെങ്കിലും ഇത് ഞങ്ങളുടെ വയറ് വിശന്നിട്ടുള്ള ഒരു വിളിയായിരുന്നു. കാരണം ഫുഡ് ഓർഡർ ചെയ്തതിനു ശേഷം കുറേ സമയം എടുത്ത് ഫുഡ് വരാൻ വേണ്ടി. അപ്പൊ ഫുഡ് വരുന്നതിന്റെ ഇടവേള ഞങ്ങള് ചെറിയൊരു ഗാനാലാപനത്തിലൂടെ ഞങ്ങള് ചെലവഴിക്കുകയായിരുന്നു. അവസാനം കാത്തിരുന്നു. ഞങ്ങളുടെ ഫുഡ് എത്തി. KFC ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിന്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി കുറച്ച് സമയം എടുത്ത്. KFC ആരാ ഉദ്ഘാടനം ചെയ്യാൻ പോണേ? അതായത് ചേട്ടൻ KFC എത്തിയത് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങള് വഷളാകാൻ തുടങ്ങി. അക്രമാസക്തരായിട്ട് ഫ്ലൈറ്റുകളും കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് താന്നുള്ള ഒരു ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. പൂച്ചമാകണമേ, അങ്ങനെ രാജ്യം വരണമേ, അങ്ങനെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിൽ വാണമേ, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്കും തരണമേ, ഞങ്ങളോട് തെറ്റുന്നവരോട് ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങൾ പെട്ടതേ തമ്മിൽ രക്ഷിക്കണമേ. നീ കണ്ടില്ലല്ലോ ഞാൻ പേയ്മെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റേ കൊടുത്താൽ ആരാണ്? പിന്നെ ആരും ഇടയിൽ വെള്ളം ചോദിക്കാൻ പാടില്ല. കഴിച്ചു കഴിഞ്ഞാൽ അതെ 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 ചേച്ചി കഴിക്കണൊക്കെ ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ലെനറ്റ് ചേച്ചിയാണ് കേട്ടോ. ലെനറ്റ് ചേച്ചി എത്ര പീസ് എടുത്തേ? ഇത് നാലാമത്തത് അഞ്ചാമത്തെയോ? ആ അതാ കാലിന്റെ എല്ലും കഷണമൊക്കെ 4 എല്ലും കഷണം കിടക്കുന്നുണ്ടല്ലോ. എല്ലാവരും സീരിയസ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതലും ഫോക്കസ് ഇപ്പോൾ എല്ലാവരുടെ പ്ലേറ്റിലുമാണ്.
എല്ലാ ബക്കറ്റിലും ഓരോ ഒറിജിനൽ അപ്പോൾ ഇന്നത്തെ എല്ലാ കലാപരിപാടികളൊക്കെ തീർന്നു. അപ്പോൾ ഞങ്ങൾ മടക്കയാത്രയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച നിമിഷങ്ങൾ അടങ്ങിയ ഒരു ഈവനിങ് ആയിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഔട്ടിംഗ് ആയിരുന്നു. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന 2 ദീപങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനമായിരുന്നു. ഞങ്ങളത് എല്ലാ മാസത്തെയും ഹൗസ് ഹോൾഡിൽ നേരത്തെ വരുന്നതുകൊണ്ട് ഞങ്ങളുടെ കോർഡിനേറ്റർ ഞങ്ങൾക്ക് സ്നേഹത്തോടെ സമ്മാനിച്ച ഒരു സമ്മാനമായിരുന്നു. അല്ലെ ഈ ജിൻഡോ ചേട്ടൻ എന്തിനാ എന്റെ അടുക്ക വന്നിരിക്കണ ലാസ്റ്റ് വന്നിട്ട് എന്റെ അടുക്കൽ വരും, അവരെ നിങ്ങൾ തടയണ്ട.